ഏഞ്ചലിനെ കാണാനാണ് സൈക്കോളജിസ്റ്റ് വന്നിരിക്കുന്നത്. അല്ലാതെ അധികം അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ സീസൺ വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ രണ്ടാമത്തെ പ്രാവശ്യമാണ് സൈക്കോളജിസ്റ്റ് വരുന്നത്. ആദ്യം ജാസ്മിനെ കാണാൻ വന്നു, ഇപ്പോൾ സിബിനെ അടുത്ത് വന്നു. സിബിൻ ഒരു രക്ഷയില്ല, വാശിപ്പുറത്താണ്. കാരണം ബിഗ് ബോസിൻ്റെ വഴിക്ക് കിട്ടുന്നില്ല സിബിനെ. എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടും ടേപ്പ് റെക്കോർഡ് ഓണാക്കിയാൽ മതി, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. ആരോടും അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസിനോട് ആരോടും എനിക്ക് ദേഷ്യമില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ആരോടാണ് വിയോജിപ്പുള്ളത്? ബിഗ് ബോസിനോടാണ്. കാരണം ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു പരിഗണന ഇല്ലാത്ത സ്ഥലത്ത് പുള്ളിക്ക് നിൽക്കാൻ താല്പര്യമില്ല, മൈക്ക് ഇടുന്നില്ല, ലിവിങ് റൂമിൽ വന്നിരിക്കുന്നില്ല, ഒരു രീതിയിലും ബിഗ് ബോസായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ തവണ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ലാലേട്ടൻ്റെ ആ ഒരു എടുത്തിട്ടുള്ള അടി നല്ല രീതിയിൽ മെൻ്റലി പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിബിന്. പവർ റൂമിൽ നിന്ന് പെട്ടെന്ന് ലാലേട്ടൻ നിൽക്കുമ്പോൾ തന്നെ പുറത്താക്കുന്നു. അപ്പോൾ ഒരു രീതിയിലും ആൾക്ക് മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയി. ബിഗ് ബോസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഘട്ടമാണ് ഇത്. അത് ഞങ്ങൾ അവിടെ പോയപ്പോഴും ലാലേട്ടൻ എന്ന് വെച്ചാൽ മെൻ്റൽ ബ്രേക്ക് ഡൗൺ വരും ചിലവർക്ക്. മേ ബി 7 days കഴിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ 21 days കഴിയുമ്പോഴായിരിക്കും, 50 days കഴിയുമ്പോഴായിരിക്കും. കാരണം അതൊരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇമോഷണലി നമുക്ക് കിട്ടുന്ന അടി നമ്മൾ തിരിച്ച് പറയുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എനർജി ലോ ആവും. കാരണം വീട്ടുകാരെ മിസ് ചെയ്യും, ഫോണില്ല, ഫുഡ് ഇതാവും. അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിലും മൈൻഡിലും വരുമ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആണ്. അത് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും വരും. പക്ഷേ മൈൻഡ് പവർ അനുസരിച്ചിട്ടാണ് ചിലർക്ക് 2 ദിവസം ഉണ്ടാവുള്ളൂ. അവിടെ കഴിഞ്ഞ തവണ എല്ലാവരും പൊട്ടി, ഓൾമോസ്റ്റ് കരയില്ല എന്ന് പറഞ്ഞാൽ മാരാര് വരെ പൊട്ടി, ഷീച്ചേട്ടൻ പൊട്ടി. അങ്ങനെ എല്ലാവർക്കും എല്ലാ കണ്ടസ്റ്റൻസിനോടും നമുക്ക് ചോദിച്ചറിയാൻ പറ്റും ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അത് അതിൻ്റെ ഉള്ളിലുള്ളതാണ്, ഒരു ആഡ് ഓൺ ആണ്. അത് മേക്കേഴ്സിനും അറിയാം. പക്ഷെ ഇപ്പോൾ ഇവിടെ സിബിൻ പറയുന്നത് സിബിൻ ഷോയുടെ നല്ലതിന് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ബിഗ് ബോസ് അറ്റംപ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്തില്ല, പ്രയോറിറ്റി ഇല്ലാത്ത രീതിയിൽ പരിഗണിച്ചില്ല. അതുകൊണ്ട് വീട്ടിൽ പോകണം എന്നാണ് പറഞ്ഞു. ഒറ്റക്കാലം നിൽക്കുകയാണ്, ബിഗ് ബോസിൻ്റെ വഴിക്ക് നിൽക്കണില്ല. ബിഗ് ബോസ് കൊണ്ട് രക്ഷ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ഇതിൽ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പുള്ളി മുംബൈയിൽ നിന്ന് വരുന്നത്. ബെറ്റർ അവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റേ സെറ്റിലാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയും ആൾക്കാർ കൊട്ടാനിരിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ സൈക്കോളജിസ്റ്റ് വന്നിട്ട് സിബിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇരുത്താൻ പറ്റും. കാരണം ബിഗ് ബോസ് 2 പ്രാവശ്യം കൺസൾട്ട് മുമ്പിലോട്ട് വിളിച്ച് സംസാരിച്ചിട്ടും ആൾ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്, വീട്ടിൽ പോകണം, എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ. കാരണം അങ്ങനത്തെ ഒരു പീക്ക് ലെവലിലോട്ട് നമ്മൾ എത്തും. അപ്പം ഇനിയിപ്പോൾ സൈക്കോളജിസ്റ്റ് വന്നിട്ട് എന്താണ് നെക്സ്റ്റ് മൂന്നുള്ളത് അറിയില്ല, വെയിറ്റിംഗ് ആണ്. അതേപോലെ വേറൊരു ഇൻസിഡൻറ്റ്, പൂജയുടെ കാര്യം ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ്. കാരണം അത്രയും എനിക്ക് ഹോപ്പുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വലിയൊരു നിർഭാഗ്യമായിട്ടുള്ള ഒരു അവസ്ഥയായിപ്പോയി ആശാത്തിക്ക്. എന്താണെങ്കിലും ഗെറ്റ് വെൽ സൂൺ. നല്ലൊരു പ്ലെയർ ആയിരുന്നു പൂജ. ടേക്ക് കെയർ ഓഫ് ഹെൽത്ത്.